ദൈവനാമത്തിന് മഹത്വവും ഏവർക്കും ദൈവീക സമാധാനവും സംരക്ഷണവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ധ്യാനിക്കാം. എൻട്രൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് പ്രവേശന കവാടം തുടങ്ങിയ മലയാള അർത്ഥങ്ങളാണ് നൽകി കാണുന്നത്. നമ്മുടെ ഭവനത്തിൽ പ്രധാന വാതിൽ വഴി അകത്ത് പ്രവേശിക്കും പോലെ തുടർ പഠനമെന്ന സ്വപ്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത നൽകുന്ന പ്രധാന വാതിലാണ് എൻട്രൻസ് എക്സാമുകൾ. നീറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകൾ അതിനുത്തമ ഉദാഹരണമാണ്. എൻട്രൻസ് എക്സാം പാസ്സായി തുടർ പഠനത്തിനുള്ള യോഗ്യത നേടുന്നതിനായി നാളുകൾക്ക് മുൻപേ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളേവരും കഠിന പ്രയത്നം ആരംഭിക്കാറുണ്ട്. എന്നാൽ മെറിറ്റിലൂടെ പ്രവേശനം സാധ്യമായിരുന്ന എൻട്രൻസ് എക്സാമുകളിൽ യോഗ്യത നേടുന്നതിന് പണം പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങളാണ് ആനുകാലിക സംഭവങ്ങൾ വെളിവാക്കുന്നത്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലിനെ സാധൂകരിക്കും വിധം നീറ്റ് പോലുള്ള പ്രധാന പരീക്ഷകൾ പോലും പണമുള്ളവരുടെ മാത്രം അവകാശമാകുന്ന വിചിത്രമായ കാഴ്ചകൾക്ക് നാം ഇന്ന് സാക്ഷിയാകുന്നു. പണം നൽകി പവർ വാങ്ങിയ ആളാകുവാൻ പലരും പരസ്പരം മത്സരിക്കുമ്പോൾ കഷ്ടപ്പാടിലൂടെ കഠിന പ്രയത്നം ചെയ്ത് യോഗ്യത നേടുവാൻ പരിശ്രമിക്കുന്ന പാവപ്പെട്ടവർ പലരും നിരാശിതരും നീറുന്നവരും കബളിപ്പിക്കപ്പെട്ടവരുമായി മാറുന്ന ദയനീയ കാഴ്ച അനുദിന സംഭവമായിക്കൊണ്ടിരിക്കുന്നു. എവിടെയും യോഗ്യത പണമുള്ളവർക്കാണെന്ന് പറഞ്ഞ് ഞെളിയുന്ന പണക്കാർക്കും പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരും വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട വേദഭാഗത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തതും പാസ്സാകാൻ കഴിയാത്തതുമായ ചില പ്രധാന എൻട്രൻസ് എക്സാംസ് ജീവിതത്തിലുണ്ട് എന്ന സത്യം പണക്കാരും പാവപ്പെട്ടവനും എന്ന വ്യത്യാസമില്ലാതെ ഏവർക്കും വ്യക്തമാക്കി തരുന്ന മനോഹരമായ വിവരണത്തിലേക്കാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ നയിക്കുന്നത്. ദൈവീക എൻട്രൻസ് എക്സാമിന് വേണ്ടി തൻ്റെ ശിഷ്യർക്കായി ക്രിസ്തു ഒരുക്കുന്ന ഒരു കോച്ചിങ് ക്ലാസ്സിലേക്കാണ് വേദഭാഗം നമ്മെ നയിക്കുന്നത്. അനീതിയുള്ള കാര്യവിചാരകരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പ്രസ്തുത അധ്യായം ആരംഭിക്കുന്നത്. അനീതിയുള്ള ദ്രവ്യം കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുന്നതിനെക്കുറിച്ചും 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല എന്നതിനെക്കുറിച്ചുമുള്ള ക്രിസ്തുവിൻ്റെ സംസാരം ദ്രവ്യാഗ്രഹികളായ പരീശന്മാരെ അസ്വസ്ഥരാക്കുന്നത് വേദഭാഗം കാട്ടിത്തരുന്നു. കാരണം ദൈവത്തിൻ്റെ പേരിൽ പോലും ദ്രവ്യം സമ്പാദിച്ചു കൂട്ടി പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തവരായിരുന്നു തങ്ങളെന്ന സത്യം മറ്റാരേക്കാളുമുപരി പരീശന്മാർക്ക് അറിവുള്ള സത്യമായിരുന്നു. എന്നാൽ സത്യം വിളിച്ചു പറയുമ്പോൾ കള്ളന്മാർക്കുണ്ടാകുന്ന അസ്വസ്ഥതയോ എതിർപ്പോ വകവയ്ക്കാതെ ക്രിസ്തു സത്യങ്ങളെ വീണ്ടും വീണ്ടും ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന സത്യം വേദഭാഗം കാട്ടിത്തരുന്നു. ഇന്നുള്ളതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപാകെ തങ്ങളെ തന്നെ നീതീകരിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കാപട്യത്തെ തുറന്നു കാട്ടുവാൻ ക്രിസ്തുവിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾക്ക് കഴിഞ്ഞു. ന്യായപ്രമാണം മുതൽ പ്രവാചകന്മാർ വരെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ ലോകത്തിൽ പല വാതിലുകളും പണത്തിനു മുന്നേ തുറക്കപ്പെടുന്നു എന്ന് കരുതി ദൈവരാജ്യത്തിൻ്റെ എൻട്രൻസ് ആരുടെയും പണത്തിൻ്റെയോ പവറിൻ്റെയോ മുന്നിൽ തുറക്കപ്പെടുകയില്ല എന്നും മെറിറ്റിലൂടെ അല്ലാതെ ആർക്കും അവിടേക്കുള്ള എൻട്രൻസ് പാസ്സാകുവാൻ കഴിയുകയില്ല എന്നുമുള്ള യാഥാർത്ഥ്യം ക്രിസ്തു മറച്ചു വയ്ക്കുന്നില്ല. പൊതിഞ്ഞ് പറയുകയല്ല, തുറന്നു പറയുന്നവനാണ് ക്രിസ്തു എന്ന വേദഭാഗം നമുക്ക് കാട്ടിത്തരുന്നു. ഈ സത്യത്തെ തെളിയിക്കുവാനായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ക്രിസ്തു പങ്കുവച്ച ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം. മരണത്തിന് മുൻപും മരണത്തിന് ശേഷവുമുള്ള 2 മനുഷ്യരുടെ ജീവിതത്തെ വരച്ചു കാട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ക്രിസ്തു വ്യക്തമായി സംസാരിക്കുന്നു.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരണത്തിനു മുൻപും അതിനുശേഷവും ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷമുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള എൻട്രൻസ് എക്സാം പാസ്സാകുവാൻ ആഗ്രഹിക്കുന്നവർ മരണത്തിന് മുൻപുള്ള ജീവിതകാലം എപ്രകാരം ജീവിക്കണമെന്ന സന്ദേശം ക്രിസ്തുവിൻ്റെ വാക്കുകൾ പകർന്നു നൽകുന്നു. ഈ വേദഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന 2 പേരുടെയും ജീവിതാവസ്ഥകളെ ക്രിസ്തു തെളിവായി വരച്ചു കാട്ടുന്നു. 2 മനുഷ്യരിൽ ഒരാളുടെ പേരും അവസ്ഥയും വ്യക്തമാക്കുന്ന ക്രിസ്തു മറ്റൊരാളുടെ പേര് വ്യക്തമാക്കുന്നില്ല എങ്കിലും അവസ്ഥകൾ വ്യക്തമായി പറയുന്നു. ധനവാനും ദരിദ്രനും എന്ന വിഭാഗമായി അവരെ കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. യേശു ഈ ഉപമ പറഞ്ഞത് ധനവാന്റെ സമ്പത്ത് നോക്കി നേരം കളയുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനല്ല, മറിച്ച് ദരിദ്രൻ എന്ന് ലോകം മുദ്രകുത്തിയ പലർക്കും എത്രയോ സമ്പന്നമായ ആത്മീയ ജീവിതം സ്വന്തമാക്കുവാൻ കഴിയും എന്ന സത്യം ലോകത്തോട് പ്രസ്താവിക്കുവാനാണ്. ആയതിനാൽ ധനവാന്മാരെ നോക്കി വെള്ളമിറക്കി നേരം കളയുവാൻ, നശിക്കുന്ന ധനത്തെ നോക്കി വ്യാകുലപ്പെടാതെ അനശ്വരമായ സ്വർഗീയ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുവാൻ ക്രിസ്തു പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരും നോക്കുന്നത് സമ്പന്നനായ മനുഷ്യനെയല്ല, സമ്പത്ത് കാരണം ഒരുവൻ അനുഭവിക്കുന്ന സുഖലോലുപതയെയാണ്. ഇവിടെ പരാമർശിക്കുന്ന ധനികനും ഏവരെയും പോലെ മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ്റെ ഭൗതിക സ്വത്ത് നൽകിയ അനുഭവങ്ങളെയാണ് ഏവരും അസൂയയോടെ നോക്കിക്കാണുന്നത്. പണം കൊണ്ട് നേടാൻ കഴിയുന്ന എന്തും സ്വന്തമാക്കുവാൻ കഴിഞ്ഞവനായിരുന്നു അവൻ എന്ന് മരണത്തിന് മുൻപുള്ള അവൻ്റെ ജീവിത അവസ്ഥകൾ വെളിവാക്കുന്നു. എന്നാൽ ലാസർ എന്ന മനുഷ്യന് സ്വന്തമെന്ന് പറയുവാനുണ്ടായിരുന്നത് വിശപ്പും വേദനയും വ്രണങ്ങളും മാത്രമായിരുന്നു. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ധനികൻ്റെ മുൻപിൽ ഇരക്കേണ്ട ഗതികേടിലാണ് അവൻ ജീവിച്ചിരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധനികന് സ്വന്തമായിട്ടുള്ളതൊന്നും ലാസറിനും, ലാസറിന് സ്വന്തമായിട്ടുണ്ടായിരുന്നതൊന്നും ധനികനും ഇല്ലായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. മനുഷ്യജീവിതം അങ്ങനെയാണ്. ഭൗതിക അവസ്ഥകൾ വിരുന്നു വരുന്നതിൽ വേർതിരിവുകൾ വന്ന് ഭവിക്കും. എന്നാൽ വേർതിരിവ് കാണിക്കാതെ മരണം അവർ ഇരുവരെയും തേടി വരുന്നു. ഇതിന്നും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. രംഗബോധമില്ലാത്ത കലാകാരനായ മരണം ഏത് മനുഷ്യനെയും തേടി വരിക തന്നെ ചെയ്യും. ഇവയെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗങ്ങളും വേദവായകനങ്ങളും പാട്ടുകളും നമ്മൾ ചേർന്ന് പാടുകയും ചെയ്യും. ഈ പാട്ടൊക്കെ പാടുമെങ്കിലും നമ്മുടെ ജീവിതവും ഭൗതിക കാര്യങ്ങളോടുള്ള ഭ്രമവും കണ്ടാൽ എല്ലാവരും മരിച്ചാലും നമ്മൾ മരിക്കയില്ല എന്നാണ് നമ്മൾ പറയുന്നതെന്ന് തോന്നിപ്പോകും. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ഏവർക്കും പാഠമാകണം മരണത്തിന് ശേഷമുള്ള ധനികൻ്റെയും ലാസറിൻ്റെയും ജീവിതം. മരണം വരും വരെ ധനികനായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥ മരണത്തിനു ശേഷം മാറുകയാണ്. ഭൗതിക സമ്പന്നത കൂടെ കൂട്ടുവാൻ കഴിയാതെ വന്ന അവൻ ഭൗതികത നശിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ശൂന്യതയും അപജയവും തിരിച്ചറിയുന്നു. ജീവിച്ചപ്പോൾ കൈ നിറയെ ഉണ്ടായിരുന്ന കാശിൽ ഒരു ചില്ലിക്കാശ് പോലും മരിച്ചപ്പോൾ കയ്യിലെടുത്തുകൊണ്ട് പോകുവാൻ അവന് സാധിച്ചില്ല. ജീവിച്ചിരുന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാശ് അർഹതപ്പെട്ടവർക്ക് ഒട്ടും നൽകിയതുമില്ല. അവശതപ്പെട്ടവരെയും ആഹാരമില്ലാത്തവരെയും അനാഥരെയും സഹായിപ്പാൻ സാഹചര്യം നിറയെ ഉണ്ടായിരുന്നിട്ടും ഉപയോഗിക്കാതെ പോയത് ധനികൻ്റെ ജീവിതത്തിൽ വന്ന അപജയമാണ്. ധനം ദൈവം വിശ്വസിച്ച് ഭരമേൽപ്പിച്ചതാണെന്നിരിക്കെ ധനത്തെ ദൈവമെന്ന് കണ്ട് പെരുമാറുന്ന ഏവർക്കും ഇത് ഒരു പാഠമാകണം. ഒടുവിൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ധനവാൻ തൻ്റെ സഹോദരങ്ങളെ രക്ഷിപ്പാൻ ലാസറിനെ അയക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ഈ തലമുറയ്ക്ക് കൂടെ ഉള്ള ഉത്തരമാണ്. അതാത് കാലങ്ങളിൽ ലഭ്യമാകുന്ന വചനത്തിൻ്റെ വെളിച്ചത്തെ കാണുവാൻ കഴിയാത്ത കണ്ണുകൾക്കും അത്തരം കണ്ണുകളുടെ ഉടമയായ ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ ജീവിതം കെട്ടുപണി ചെയ്യുന്നതിനോ ക്രിസ്തീയ കാഴ്ച പ്രാപിക്കുന്നതിനോ സാധ്യമാവുകയില്ല എന്ന സത്യം വചനഭാഗം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാസറിൻ്റെ തലമുറയും ധനികൻ്റെ തലമുറയും അതേ സ്വഭാവത്തോടെ ഇന്നും നമുക്കിടയിലും
നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വിലയുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും ആഭരണങ്ങളും കോടിയുള്ള മടിശീലകളും നോക്കി മതിച്ചും മയങ്ങിയുമിരിക്കുന്ന നീ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവരെങ്കിൽ ഓർക്കുക, ഇവ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് നീ തിരിച്ചറിയുന്നൊരു കാലം സമീപിച്ചിരിക്കുന്നു. ആയതിനാൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ എൻട്രൻസ് എക്സാം പാസ്സാകുവാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്രകാരം ഒരുക്കത്തോടെ തയ്യാറായി ദൈവരാജ്യത്തിൻ്റെ എൻട്രൻസ് റിസൾട്ട് വരുമ്പോൾ അത് പാസ്സായി ക്രിസ്തുവുമൊത്തുള്ള തുടർ ജീവിതത്തിന് അവൻ നമ്മെ ഏവരെയും യോഗ്യരാക്കി തീർക്കട്ടെ. ആമേൻ.